കേരളത്തിൻ്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു മഹാപ്രതിരോധത്തിൻ്റെ സ്മരണകളിരമ്പുന്ന ഒരു സായാഹ്നത്തിലാണ് നമ്മളിവിടെ ഒത്തുചേരുന്നത്. ഇടപ്പള്ളിയിലെ സമാനതകളില്ലാത്ത ആ പോരാട്ടത്തെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷനും വളരെ ഹ്രസ്വമായാണെങ്കിലും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇടപ്പള്ളിയിലെ ആ പോരാട്ടത്തെ പലരും ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതോടൊപ്പം ആ സഖാക്കളുടെ പോരാട്ടത്തിൻ്റെ ശരിതെറ്റുകൾ, അതിൻ്റെ പ്രായോഗികത, അതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ചൊക്കെ വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളും പല ഘട്ടത്തിലും പലരും ഉയർത്തിയിട്ടുമുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല. പക്ഷെ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യം, പാർട്ടി സഖാക്കളെ അറസ്റ്റ് ചെയ്താൽ എന്തിനായിരിക്കും അങ്ങനെയൊരു ആക്ഷന് മറ്റ് സഖാക്കൾ തയ്യാറെടുത്തിട്ടുണ്ടാവുക? ഇപ്പോഴത്തെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള യാന്ത്രിക യുക്തികൾ ഉയർന്നു വരിക. ആരെങ്കിലും രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇത്തരമൊരു മോചിപ്പിക്കൽ പരിശ്രമം നടത്തേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ആലോചിക്കുക പെട്ടെന്ന്. എന്തുകൊണ്ട് ഇടപ്പള്ളിയിലെ സമരം എന്നതിൻ്റെ ഉത്തരം ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയാവുന്നു. സ്വാതന്ത്ര്യ ലബ്ധി വരെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിയിരുന്നത് ബ്രിട്ടനാണ്. ബ്രിട്ടന്റെ മൃഗീയമായ വേട്ടയാടലുകളെ നേരിടേണ്ടി വന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നവരുടെ ഒരു പട്ടിക എടുത്താൽ അതിൽ നല്ലൊരു പങ്കും കമ്മ്യൂണിസ്റ്റുകാരാണ്. സോഹൻ സിംഗ് ബക്രയെ പോലെയുള്ള നിരവധി ധീരന്മാർ പതിറ്റാണ്ടുകൾ തടവറയിൽ കിടന്ന ചരിത്രം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഭാഗമായി നമുക്ക് വായിക്കാനാവും. എന്നാൽ സ്വാതന്ത്ര്യ ലബ്ധിയോടെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേരെയുള്ള ആക്രമണം അവസാനിക്കുകയല്ല ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് വേട്ട കൂടുതൽ തീവ്രമാവുകയായിരുന്നു. വേട്ടക്കാരുടെ സ്ഥാനത്ത് ബ്രിട്ടനായിരുന്നു ആദ്യമെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം അത് കോൺഗ്രസ് ഗവൺമെന്റായി മാറി. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാജ്യമെമ്പാടും കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടി. കേരളം ഒരു സംസ്ഥാനം എന്ന നിലയിൽ എടുത്തിട്ടില്ലായിരുന്നുവെങ്കിലും ഇന്ന് കേരളം എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭൂപ്രദേശങ്ങളിലാകെ അതിരൂക്ഷമായ കമ്മ്യൂണിസ്റ്റ് വേട്ടയാണ് ആ കാലഘട്ടത്തിൽ നടന്നത്. 1948 മെയ് മാസം 11 മൊയാരത്ത് ശങ്കരൻ കൊല്ലപ്പെടുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഒരു വർഷം പോലും തികയുന്നതിന് മുൻപാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന, കോൺഗ്രസിന്റെ നേതാവായിരുന്ന, പിന്നീട് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി മാറിയ മൊയാരത്ത് ശങ്കരൻ കൊല്ലപ്പെടുന്നു. മൊയാരത്തിന്റെ പേര് ഞാൻ പ്രത്യേകമായി ഇവിടെ പരാമർശിക്കാൻ കാരണം കോൺഗ്രസിന്റെ ചരിത്രത്തിൽ മറച്ചുവെക്കാനാവാത്ത പേരാണ് മൊയാരത്തിന്റെ പേര്. 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം മലയാളത്തിൽ എഴുതിയ ഗ്രന്ഥകർത്താവ് കൂടിയായിരുന്നു മൊയാരത്ത് ശങ്കരൻ. 1935 മുൻപ് മലയാളത്തിൽ ആരെങ്കിലും കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇല്ലെന്നാണ് തോന്നുന്നത്. 35 മൊയാരത്ത് ശങ്കരൻ എഴുതിയ കോൺഗ്രസിന്റെ ചരിത്രത്തിന്, ആ ഗ്രന്ഥത്തിന് അവതാരിക രചിച്ചത് ബഹുമാന്യനായ കേസരി ബാലകൃഷ്ണപിള്ളയായിരുന്നു. അപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം എഴുതിയ, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന, പിൽക്കാലത്ത് തന്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനായി മാറിയ മൊയാരത്ത് ശങ്കരനെ മൃഗീയമായി മർദ്ദിച്ച് അവശനാക്കി കള്ളക്കേസെടുത്ത് ജയിലിലടച്ച് ആ ജയിലിൽ വെച്ച് അടിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത്. കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മൃതശരീരം ബന്ധുമിത്രാദികൾക്കോ പാർട്ടി സഖാക്കൾക്കോ വിട്ടു നൽകാൻ പോലും തയ്യാറായില്ല. മാന്യമായ ഒരു ശവസംസ്കാരം പോലും നിഷേധിക്കപ്പെട്ടു. മൊയാരത്ത് ശങ്കരനെ എവിടെയാണ് സംസ്കരിച്ചിരിക്കുന്നത്, ആ മൃതദേഹം എന്ത് ചെയ്തു എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഇരുണ്ട ഇടനാഴികളിൽ എവിടെയോ ഒരു കുഴിവെട്ടി അനാഥ പ്രേതമെന്ന പോലെ മൂടി സ്വാതന്ത്ര്യ സമര സേനാനിയായ, കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ വിപ്ലവകാരിയായ മൊയാരത്ത് ശങ്കരനെ. ഇത് ഒറ്റപ്പെട്ടൊരു അനുഭവമായിരുന്നില്ല. അന്ന് മലബാർ മദ്രാസിന്റെ ഭാഗമാണ്. അവിടെ പോലീസിനെ എല്ലാം നിയന്ത്രിച്ചിരുന്നത് അവിടെ ആഭ്യന്തര വകുപ്പ് കൂടി കൈയാളിയിരുന്ന മന്ത്രി കോഴിപ്പുറത്ത് മാധവ മേനോനായിരുന്നു, കോൺഗ്രസിന്റെ നേതാവ്.
കോൺഗ്രസ് നേതാവായിരുന്ന കോഴിപ്പുറത്ത് മാധവ മേനോന്റെ താല്പര്യപ്രകാരം അദ്ദേഹത്തിന്റെ ആജ്ഞയനുസരിച്ചായിരുന്നു വടക്കേ മലബാറിൽ പലയിടത്തും ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് വേട്ടകൾ അത്രയും. 948 മൊയാരത്ത് കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുൻപാണ്, ദിവസങ്ങൾക്ക് മുൻപാണ് ഒഞ്ചിയത്ത് ഓരോ വീടും കയറി അരിച്ചു പറക്കി സഖാക്കളെ വെടിവെച്ചു കൊന്നത്. 10 പേർ രക്തസാക്ഷിത്വം വരിച്ച കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ അനുഭവം വടക്കേ മലബാറിന്റെ ചരിത്രത്തിലെമ്പാടുമുണ്ട്. അതിൽ ഒഞ്ചിയം പ്രത്യേകമായി തന്നെ നമ്മളെ ആ കാലഘട്ടം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അന്ന് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഒളിവിൽ പ്രവർത്തനം നടത്തുന്ന സമയത്ത് എവിടെയാണ് ഉള്ളത് എന്ന് കാണിച്ചു കൊടുത്ത ചില മാന്യന്മാരുണ്ട്. അവരുടെ പിൻതലമുറ ഇന്നും ഒറ്റുകാരുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഞാനിപ്പോൾ ആരുടെയും പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത അതാണ്. ഇത് മലബാറിൽ മാത്രമായിരുന്നില്ല. 949 ശൂരനാട് പോലീസിന്റെ നരനായാട്ടിന്റെ ഭാഗമായി എത്ര പേർ രക്തസാക്ഷിത്വം വരിക്കപ്പെട്ടു. അന്ന് പോലീസ് വേട്ടയാടി നിരവധി പേരെ കൊലപ്പെടുത്തി, ലോക്കപ്പിൽ വെച്ച് കൊല്ലപ്പെട്ടു. 2 പേർ ഇപ്പോഴും എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. ഇപ്പോഴും ശൂരനാടെന്ന് പോലീസിന്റെ നരനായാട്ടിനിടയിൽ അപ്രത്യക്ഷരായ 2 സഖാക്കൾ, അവർ പിന്നീട് തിരിച്ചു വന്നതേയില്ല. എന്ന് വെച്ചാൽ മൊയാരത്തിനെ പോലെ തന്നെ അവരുടെ മൃതദേഹവും വിട്ടുകിട്ടിയില്ല എന്ന് വേണം ഊഹിക്കാൻ. പാലത്തറ കുഞ്ഞച്ചനും അതുപോലെ തന്നെ രാമൻ നായരും 2 സഖാക്കൾ പിന്നീട് തിരിച്ചു വന്നില്ല. അവരും രക്തസാക്ഷികളായി കണക്കാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. 980 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി. ഇന്ത്യ റിപ്പബ്ലിക്കായ ദിവസം കൊല്ലപ്പെട്ട നേതാവാണ് സർദാർ ഗോപാലകൃഷ്ണൻ നമ്മുടെ തൃശ്ശൂരിൽ. എന്തിനു വേണ്ടി? പോലീസിന്റെ നരനായാട്ടിനെതിരായി, പൗരാവകാശ ലംഘനങ്ങൾക്കെതിരായി ഒരു പ്രകടനം നയിച്ചതാണ്. അതാണ് കുറ്റം. പ്രകടനം നയിക്കാനുള്ള കാരണം കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യം വെച്ച് പുലർത്തുന്നവരെ എല്ലാം വേട്ടയാടുന്നു, പിടിച്ച് തുറങ്കിലടയ്ക്കുന്നു. അതാണ് ആ കാലം. കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതിയുടെ ചരിത്രത്തിൽ സവിശേഷമായി അടയാളപ്പെടുത്തിയ പേരാണ് പി ടി ഭാസ്കരപ്പണിക്കരുടേത്. ആ പി ടി ഭാസ്കരപ്പണിക്കർ ക്രൂരമായി ഭേദ്യം ചെയ്യപ്പെട്ടു. അതുകൂടിയായപ്പോഴാണ് അവിടുത്തെ പുരോഗമനേച്ഛുക്കളായ ആളുകളെല്ലാം ഒത്തുകൂടി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, പ്രതിഷേധിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ആ പ്രതിഷേധ പ്രകടനത്തിന്റെ മുന്നിൽ നിന്നു, അതിനെ നയിച്ചു. അതിനാണ് സർദാർ ഗോപാലകൃഷ്ണനെ പോലീസ് കൊല്ലുന്നത്. ബയണറ്റ് കൊണ്ട് കുത്തി അടിച്ച് പരിക്കേൽപ്പിച്ച് അങ്ങനെയാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സർദാർ ഗോപാലകൃഷ്ണൻ. 980 ജനുവരി 26. അതാണ് 2 ആഴ്ച കഴിയുമ്പോഴാണ് സേലം സെൻട്രൽ ജയിലിന്റെ അനക്സിൽ 22 കർഷക സമര സേനാനികളെ വെടിവെച്ചു കൊല്ലുന്നു. ഇപ്പൊ ജനാധിപത്യത്തെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്ന കോൺഗ്രസുകാർ, ആ പ്രസംഗം കേൾക്കുന്നവർക്ക് ചരിത്രബോധത്തിന്റെ അംശമുണ്ടെങ്കിൽ അറിയാതെ ചിരിച്ചു പോകും. മിനി ജാലിയൻ വാലാബാഗ് എന്നറിയപ്പെടുന്ന സംഭവമാണ് സേലം ജയിൽ വെടിവെപ്പ്. കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ സമരസേനാനികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്നു, സേലം ജയിലിൽ. ആ ജയിലിൽ വെച്ച് ഓരോരുത്തരെയായിട്ട് വെടിവെച്ച് കൊല്ലുകയാണ്. 22 പേരെ കൊന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ സമാനമായ ഒരു അനുഭവം മറ്റെവിടെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവില്ല. കോഴിപ്പുറത്ത് മാധവ മേനോനാണ് അന്നും ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത്. അപ്പോ ഈ പറയുന്ന സംഭവങ്ങളാകെ ശൂരനാടും ഒഞ്ചിയത്തും മൊയാരത്തും മൊയാരത്ത് ശങ്കരന്റെ കാര്യവും സേലം ജയിലിലെ വെടിവെപ്പും എമ്പാടും കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ആ സന്ദർഭത്തിലാണ് സേലം ജയിൽ വെടിവെപ്പ് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളേ ആകുന്നുള്ളൂ. സേലം ജയിൽ വെടിവെപ്പ് ഫെബ്രുവരി 11 ഇടപ്പള്ളിയിൽ ഫെബ്രുവരി 28. അപ്പൊ ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ഇവിടെ എൻ കെ മാധവൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ പോലീസ് കസ്റ്റഡിയിലാകുന്നു, ലോക്കപ്പിൽ പാർക്കും. അപ്പൊ തൊട്ട് മുൻപ് നടന്ന സംഭവങ്ങളാണ് സേലത്തെ വെടിവെപ്പും സർദാർ ഗോപാലകൃഷ്ണന്റെ കൊലപാതകം, മൊയാരത്ത് ശങ്കരന്റെ കൊലപാതകം, ശൂരനാട്ടെ സഖാക്കളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അനുഭവം, ഇതെല്ലാം. അപ്പോ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലീസിന്റെ പിടിയിലായാൽ പിന്നെ പുറം ലോകം കാണില്ല എന്നതാണ് അന്നത്തെ സ്ഥിതി. അതാണ് സാഹചര്യം. അപ്പൊ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സഖാക്കൾ എത്രയും പെട്ടെന്ന് അവരെ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ അവരെ കൊന്നുകളയും എന്നതാണ് അന്നത്തെ കാലത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ അറിയുന്ന എല്ലാവരും ഉറപ്പിക്കുക. അപ്പോ മരണത്തിൽ നിന്നും സഖാക്കളെ രക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള സാഹസികമായ ഒരു പോരാട്ടമാണ് എടപ്പള്ളിയിലെ സഖാക്കൾ ഏറ്റെടുത്തത്. അപ്പോ ഇന്ന് നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ആ സമരത്തിന്റെ ന്യായാന്യായങ്ങളിലേക്കോ അതിന്റെ സംഘടനാപരമായ തീരുമാനങ്ങളുടെ അപര്യാപ്തതയെ കുറിച്ചോ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല.
ആ സഖാക്കളുടെ ത്യാഗം, ആ സഖാക്കളുടെ സാഹസികത, ഒരുപക്ഷെ അതിരുവിട്ട സാഹസികത, അതിനെയും കാലം സാധൂകരിക്കും. ആ കാലം അത്തരത്തിൽ പാർട്ടി സഖാക്കളെ പ്രതിരോധത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു കാലമായിരുന്നു എന്നതാണ് പ്രത്യേകത. സ്വന്തം ജീവൻ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് കരുതിയാണ് ഇത്തരമൊരു സാഹസിക പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത്. അതാണ് സതീഷ് ഇവിടെ സൂചിപ്പിച്ചത്. കാര്യമായ എന്തെങ്കിലും ആയുധങ്ങളില്ലാതെ, ആയുധങ്ങളോ പരിശീലനമോ ഒന്നുമില്ലാതെ സാധാരണക്കാരായിട്ടുള്ള ഈ നാട്ടിൻപുറത്തെ സഖാക്കൾ, അവർ ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ, ഞങ്ങളോടൊപ്പം കൊടിപിടിക്കുന്നവർ, അവർ കൊല്ലപ്പെട്ടുകൂടാ എന്ന ഒരേ ഒരു താല്പര്യത്തിന്റെ പേരിൽ ആ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യാൻ തയ്യാറായി എന്നതാണ്. അപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ധീരോദാത്തമായ വീരസാഹസികമായ ഒരു ചരിത്രത്തിലെ ഏടായി ഇടപ്പള്ളിയിലെ മഹാസമരം എക്കാലവും വിലയിരുത്തപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ കൂടുതൽ അത്തരം ചരിത്ര വസ്തുതകളിലേക്ക് പോകണമെന്ന് കരുതുന്നില്ല. പറഞ്ഞു വന്നത്, കമ്മ്യൂണിസ്റ്റുകാരെന്ന് കേട്ടാൽ വെടിവെച്ചു കൊല്ലുന്ന, വേട്ടയാടുന്ന ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ലോകത്തിലെല്ലായിടത്തും സമാനമായ അനുഭവങ്ങൾ കാണാൻ കഴിയും. പുതിയൊരു ലോകം സ്വപ്നം കണ്ട ധീരരെ അങ്ങനെ വേട്ടയാടിയ ആദ്യം ബ്രിട്ടനും, പിന്നീട് കോൺഗ്രസ് ഭരണകൂടവും, പിന്നീട് അവരുടെ ശിങ്കിടികളായ ഗൂണ്ടാ സംഘങ്ങളും ജന്മിമാരും എല്ലാം വേട്ടയാടിയ അനുഭവം ഈ കേരളത്തിലുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ചാണ്, അതിനോടെല്ലാം പ്രതിരോധിച്ചാണ്, തിരിച്ചേറ്റുമുട്ടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നത്.